മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 72 ലക്ഷം രൂപ തട്ടിയെടുത്തു. മക്രേരി സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിജീഷ്, ഈ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്താണ്? വിനിഷ, ഇതിനകത്ത് മക്രേരി സ്വദേശിയായിട്ടുള്ള രഘുനാഥൻ പി എ എന്ന് പറയുന്ന ആളാണ് കണ്ണൂർ സൈബർ പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി തൊട്ട് ഈ മാസം, അതായത് ഏപ്രിൽ 4 വരെയുള്ള സമയത്തായിട്ട് 72,27,900 രൂപയാണ് രഘുനാഥൻ നഷ്ടപ്പെട്ടത്. രഘുനാഥൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു ലിങ്കിൽ കയറി അതുവഴി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെത്തുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലേക്ക് രഘുനാഥൻ തിരിയുന്നത്. തുടർന്ന് വിവിധ അക്കൗണ്ടുകളിലേക്കായിട്ടാണ് ഈ 72,27,900 രൂപ കൈമാറിയത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളോ ഈ പണം തിരിച്ചു നൽകുന്നതോ അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും രേഖകൾ നൽകുന്നതോ ആയി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് രഘുനാഥൻ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് കണ്ണൂർ സൈബർ പോലീസ് സംഭവം സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂരിൽ തന്നെ പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രഘുനാഥന് 72 ലക്ഷത്തിന് മുകളിലുള്ള പൈസ നഷ്ടമായിരിക്കുന്നത്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിലും ഓൺലൈൻ തട്ടിപ്പ്. കണ്ണൂർ സ്വദേശിക്ക് 72 ലക്ഷം രൂപ നഷ്ടമായി.